വിശുദ്ധ മത്തായി രചിച്ച സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ തിരുവചനങ്ങൾ. ദൈവരാജ്യത്തിലെ വലിപ്പത്തിന് കാരണം മറ്റുള്ളവരുടെ സേവകനായിരിക്കുക എന്നതാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ദാസന്മാരിക്കണം. വിശ്വസ്തനായ ഭൃത്യനെ കർത്താവ് ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുക. ഈ ഭാഗ്യം ഭൗതിക തലത്തിലെ ഭാഗ്യങ്ങൾക്ക് അതീതമാണ്. സുവിശേഷ സൗഭാഗ്യങ്ങളിൽ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദരിദ്ര ഭാഗ്യവാന്മാർ കർത്താവ് കൂടെയുള്ളതുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കപ്പെടുക. അവരുടെയൊക്കെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വിശ്വസ്തനെന്ന് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക്, അതായത് തൻ്റെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയാണ്. അവർ താൻ കാണുന്ന രക്ഷയിൽ പങ്കുകാരാകുമെന്ന് അവൻ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റുള്ളവർക്ക് ദാസ്യവേല, ശുശ്രൂഷ വേല ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് നേരാം സ്വർഗത്തിലെ വലിയവരായിട്ട് നമുക്ക് മാറാം. നമ്മെ ജീവനാർത്ഥാവായ ശംശരീകരും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.